അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് മുന്നിൽ സൂഫി ഗാനരംഗത്ത് അടുത്തിടെ വന്നുകൊണ്ടിരിക്കുന്ന ഏതാനും വിമർശന വിധേയമായ ഗാനങ്ങളുടെ ഒരു ചെറിയ വിവരണം മാത്രമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരമായി എല്ലാവരും ആസ്വദിക്കുന്ന ഒരു മേഖലയാണ് കല. കലാരംഗത്ത് പല രീതിയിലുള്ള കഴിവുകൾ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. നമ്മുടെ സൂഫി ഗാനങ്ങൾ വളരെ വിമർശന വിധേയമായ ഗാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. സൂഫി ഗാനം എന്ന പേരിൽ തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ ശരീഅത്ത് വിരുദ്ധമായ പല ഗാനങ്ങളുടെയും ഉള്ളടക്കം നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് കേൾക്കുന്ന സമയത്ത് നമുക്കത് വിമർശന വിധേയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ആ ഗാനങ്ങളുടെ രചയിതാക്കൾക്കും ആലപിച്ച ആളുകൾക്കും ഒക്കെ അതിന് പ്രത്യേകമായിട്ടുള്ള അവർക്ക് ചില വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും അത് ചില സാഹചര്യങ്ങൾക്ക് വേണ്ടി വിശദീകരിക്കേണ്ടി വരുന്ന ഒരു വിശദീകരണങ്ങളാണെന്ന് വരെ നമുക്ക് അവരുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കൃത്യമായ ഒരു പോയിന്റ് ഉണ്ട്. പ്രിയപ്പെട്ട ഗാനരചയിതാക്കൾ, സൂഫി രംഗത്ത് പാട്ടെഴുതുന്ന ആളുകൾ, അതുപോലെ തന്നെ സൂഫി ഗാനങ്ങൾ ആലപിക്കുന്ന ആളുകൾ, സൂഫി രംഗത്തോട് താല്പര്യമുള്ള ആളുകൾ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട് പറയാനുള്ള ഒരു വിഷയം, ഞാൻ ഒരു പാട്ടെഴുത്തുകാരനാണ്. സൂഫി ഗാനങ്ങൾ പലതും എഴുതിയിട്ടുണ്ട്. പല ഗാനങ്ങളും കേരളത്തിലെ മികച്ച മാപ്പിളപ്പാട്ടിന്റെ മികച്ച കുലപതിമാർ എന്റെ വരികൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. അത് പറയാനൊന്നുമല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇത് പറയാൻ വിമർശന വിധേയമാക്കാൻ ഇയാൾക്ക് എന്ത് ക്വാളിറ്റി എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇരിക്കട്ടെ, ഇവിടെ പല ഗാനങ്ങളും മഹാനായ ഷെയ്ഖ് സി എം വലിയുല്ലാഹി മഹാനവറുകൾ അവരെ ഏതർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അവരെ ആദരിച്ചിരിക്കുന്നത് ആ പരിപൂർണ അർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ട് അവിടത്തേക്ക് മുന്നിൽ വിനയാന്വിതനായി നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവരണം നൽകുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരു ഇലാഹുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അവൻ നിരാശ്രയനാണ്. അവൻ ലം യലിദ് വലം യൂലദ്. അവൻ മറ്റൊരാളുടെ സന്താനമായി ജനിച്ചിട്ടില്ല. അവൻ സന്താനങ്ങളെ ജനിപ്പിച്ചിട്ടില്ല. അവനോട് തുല്യമായ ആരുമില്ല എന്നുള്ള അള്ളാഹുവിന്റെ പരിപൂർണമായ തൗഹീദിന്റെ കൃത്യമായ രൂപരേഖ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. ഈ ഒരു രൂപരേഖയ്ക്ക് വിരുദ്ധമായ രീതിയിലുള്ള പലവിധ പദാവിഷ്കാരങ്ങളെ കൊണ്ട് സൂഫി ഗാനങ്ങൾ മലീമസമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഉദാഹരണമായി ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെ വിമർശന വിധേയമാക്കിയിട്ടുള്ള ഒരു ഗാനം നമുക്കറിയാം. മടവൂരാര പടച്ചവനാണോ എന്ന് തുടങ്ങുന്ന അങ്ങനെ പലതുമുണ്ട്. ഈ ഒരു ഗാനം എന്നല്ല, പല പാട്ടുകൾ എടുത്ത് നോക്കിയാലും അതിൽ അടങ്ങിയിരിക്കുന്ന വളരെ ദൗർഭാഗ്യകരമായ ഇതിവൃത്തത്തെ നമുക്ക് അതിനെ വിമർശന വിധേയമാക്കാൻ കഴിയും. ഞാൻ ആ ഗാനങ്ങളുടെ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ട ഗാനങ്ങളിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊരു ഗാനം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കേൾപ്പിക്കാം. പണ്ഡിത സഭകളെ നമ്പല്ലേ, പാണ്ഡികശാലയിൽ പോകല്ലേ, പടച്ചവൻ പടപ്പിന് പിടിപാടാക്കിയ പരമവിദഗ്ധരെ പരതിടണേ. പണ്ഡിത സഭകളെ നമ്പല്ലേ, പാണ്ഡികശാലയിൽ പോകല്ലേ, പടച്ചവൻ പടപ്പിന് പിടിപാടാക്കിയ പരമവിദഗ്ധരെ പരതിടണേ. ഈ ഗാനത്തിൽ നമുക്കറിയാം, പണ്ഡിത സഭകളെ നമ്പല്ലേ, പാണ്ഡികശാലയിൽ പോകല്ലേ, പടച്ചവൻ പടപ്പിന് പിടിപാടാക്കിയ പരമവിദഗ്ധരെ പരതിടണം. ഈ വരി, അതായത് അവസാനത്തെ രണ്ട് വരി, പടച്ചവൻ പടപ്പിന് പിടിപാടാക്കിയ പരമ വിദഗ്ധരെ പരതിടണം എന്ന് പറഞ്ഞാൽ മഹാന്മാരെ ആളുകൾ അന്വേഷിച്ചുകൊണ്ട് അവരുടെ കൽപാദങ്ങളിലൂടെ പരിശുദ്ധമായ ആത്മീയ സരണിയിലൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദർശനത്തിലേക്ക് സഞ്ചരിക്കണം എന്നുള്ള ആകത്തുകയാണ് അവിടെ ഇരിക്കുന്നത്. എന്നാൽ അതിന് നേരെ തൊട്ട് മുമ്പുള്ള ഫസ്റ്റ് തുടങ്ങുന്ന രണ്ട് വരികൾ തന്നെ ഇവിടെ പണ്ഡിത സഭകളെ നമ്പല്ലേ, പാണ്ഡികശാലയിൽ പോവല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പണ്ഡിത സഭകളെ വിമർശിച്ചുകൊണ്ട്, പണ്ഡിതന്മാരെ വിമർശിച്ചുകൊണ്ടുള്ള വരികളാണ് അവിടെ അവർ രചിക്കപ്പെട്ടിരിക്കുന്നത്, അവർ ആലപിക്കപ്പെട്ടിരിക്കുന്നത്. പാണ്ഡികശാലയിൽ പോകല്ലേ, കലാലയങ്ങളിൽ, മദ്രസകളിൽ, പള്ളി ദർസുകളിൽ, അറബി കോളേജുകളിൽ, വിപുലമായ ദീനിന്റെ വിശാലമായ വിജ്ഞാന ശാഖകളിലൂടെ ഗുരുനാഥന്മാരുടെ സന്നിധിയിൽ ചെന്ന് എൽമ് പഠിക്കരുത് എന്നുള്ള കൃത്യമായ വ്യക്തമായ വിലയിരുത്തൽ ആണ് ഈ രണ്ട് വരികളുടെ ഇതിവൃത്തമെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് ഇനി മറ്റൊരു ഡബിൾ മീനിങ് ഉള്ള വരികൾ പോലും അല്ല ഇത്. അതായത് ഇത് ഇനി എന്തെങ്കിലും ആധ്യാത്മിക പൊരുൾ ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പോലും അവകാശപ്പെടാൻ സാധ്യമല്ലാത്ത തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ, ഇസ്ലാമിന്റെ പരിശുദ്ധമായ പാവനമായിട്ടുള്ള പാരമ്പര്യത്തെ എതിർക്കുന്ന, അതിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരെ വിമർശിച്ചുകൊണ്ടിട്ടുള്ള വരികളാണ് ഇതിലുള്ളത്. ഇങ്ങനെ ഈ ജാതി പാട്ടുകൾ പാടിക്കൊണ്ട് വിമർശന വിധേയമാക്കി സ്വന്തം പ്രചാരം നേടിക്കൊണ്ട് ജനകീയമായിട്ട് ആളുകൾ അറിയുന്ന ഒരാളായി തീരാൻ സൂഫി രംഗത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ദൗർഭാഗ്യകരമായ കാഴ്ച ഈ രംഗത്ത് സഞ്ചരിക്കുന്ന പല ആളുകളിലും കണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ പാടുന്ന ആളുകൾ, ഈ രചിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും ആധ്യാത്മിക രംഗത്തോട് താല്പര്യമുള്ളവരായിട്ട് ഈ രംഗത്തേക്ക് കടന്നു വന്നവരാണ്. പക്ഷെ പിശാചിന്റെ ദുർബോധനത്തിൽ, പിശാചിന്റെ ഈ ദുർബോധനങ്ങളിൽപ്പെട്ട് അവർ ആ പിശാചിന്റെ വഴികളിലേക്ക് തെന്നിമാറുന്നത് അവർ പോലും അറിയാത്ത കാഴ്ചകളാണ് ഇതിൽ നിന്ന് നമുക്ക് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കാനും ഇറങ്ങി തിരിച്ചവരാണെങ്കിൽ പിശാച് നിങ്ങളെ വലയം ചെയ്തുകൊണ്ടിരിക്കും. ആ പിശാചിന്റെ കെണിവലയിൽ നിന്ന് പരിശുദ്ധമായ ശരീഅത്ത് കൊണ്ട് നിങ്ങൾ അതിനെതിരെ പോരാടിക്കൊണ്ട് നിങ്ങൾ വിജയികളായി തീരണമെന്ന ഒറ്റ അപേക്ഷ മാത്രമാണ് പ്രിയപ്പെട്ട സൂഫി ഗായകരോട് എനിക്ക് വിനയാന്വിതനായി നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ കലാരംഗത്ത് കൂടി പ്രവർത്തിക്കുന്ന ഒരു ആളായത് കൊണ്ട് മാത്രമാണ്. നമ്മളൊരു വരി ഇടുന്ന സമയത്ത്, നമ്മളൊരു ഗാനത്തിന്റെ
വരികൾ നമ്മൾ എഴുതി വരുന്ന സമയത്ത് ഒരിക്കലും ശരീഅത്ത് വിരുദ്ധമായ ഇതിവൃത്തം അതിൽ വരാൻ പാടില്ല. ശരീഅത്ത് വിരുദ്ധമായ പദാവിഷ്കാരങ്ങൾ അതിൽ കൊണ്ടുവരാൻ പാടില്ല. അത് വിമർശന വിധേയമാകും. നിങ്ങളെ ജനങ്ങൾ ഹൃദ്യമായി ഏറ്റെടുക്കുകയില്ല. ആ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ മുമ്പ് എഴുതിയ ഒരു ഗാനമുണ്ട്, ഒരു സൂഫി ഒരു ആധ്യാത്മിക ഗാനം. അതായത്, നാമം അഹദിൽ മീമൊന്ന് ചേർക്കു നീ, നോക്കൂ ആ നാമം അഹമ്മദായെ. നാമം മീമിൽ ഒന്ന് നോക്കു നീ, ഹയ്യാണെ മീമോ മുഹമ്മദാണ്. ഇത് സത്യത്തിൽ ഒരു തികച്ചും ഒരു ആധ്യാത്മിക സഞ്ചാരികൾക്ക് വളരെ ഉന്മേഷം നൽകുന്ന ഒരു വരികളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഞാൻ വ്യക്തമായി ഗ്രന്ഥത്തിൽ നിന്ന് ആധ്യാത്മിക വഴികളുടെ സഞ്ചാര ഗതിവിഗതികളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് എടുത്ത ആശയം ഇതിവൃത്തമായി രചിക്കപ്പെട്ട ഗാനമാണ്. നാമം അഹദിൽ മീമൊന്ന് ചേർക്കു നീ. അഹദിൽ മീം ചേർത്താൽ അത് അഹമ്മദായി. അതിന്റെ അർത്ഥം ഈ സർവമത സത്യവാദികളും അതുപോലെ തന്നെ വികലമായ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന വ്യാജ സൂഫികളും നമുക്ക് ഇതിനെ വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ അതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ച വിഷയം. അഹദ് എന്ന വാക്കിൽ മീം ചേർക്കുമ്പോൾ അഹമ്മദാകുന്നു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത്രയും വലിയ അഭേദ്യമായ ബന്ധം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിയെ അത്രയും സ്നേഹിക്കുന്നു, ഹബീബായ നബിയോട് അത്രയും അടുത്തു നിൽക്കുന്നു, അത്രയും സാമീപ്യമുള്ളവരാണ് എന്നുള്ള ഒരു അർത്ഥത്തെ വിളിച്ചോതുന്ന പദാവിഷ്കാരങ്ങളാണ് ഞാൻ ഈ വരിയിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഈ ശരീഅത്ത് വിരുദ്ധമല്ലാത്ത രീതിയിലുള്ള പദാവിഷ്കാരങ്ങളാണ് നമ്മുടെ സൂഫി ഗാനങ്ങളിൽ നാം കൊണ്ടുവരേണ്ടത് എന്ന് പ്രിയപ്പെട്ട ഈ വഴിയിൽ സഞ്ചരിക്കുന്നവരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിൽ നിന്നും ഒരു പ്രകാശം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, യാ അബ്ദുൽ ഖാദിർ ഹല്ലൽതുക മാ ഹറമല്ലാഹ് ഔ കമാ ഖാൽ. നിങ്ങൾക്ക് അള്ളാഹു ഹറാമാക്കിയതൊക്കെ ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അശരീരി പോലെ ഒരു പ്രകാശം ഇറങ്ങി വന്നുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട് പറയുകയുണ്ടായി. മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പരിശുദ്ധമായ ശരീഅത്തിന്റെ വ്യക്തമായ അളവുകോൽ കൊണ്ടതിനെ അളന്നു എന്നുള്ളതാണ്. എന്താണ് മഹാനവർകൾ ചെയ്തത്? ശപിക്കപ്പെട്ടവനെ നീ നശിച്ചു പോ എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് എതിർത്തുകൊണ്ട് അശരീരിയോട് പ്രതികരിക്കുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് അവരെ കറുത്ത പുകയായത് അത് അങ്ങ് പോയി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് പിശാചിന്റെ വിളിയാളമായിരുന്നു. ഇങ്ങനെ നമുക്ക് വരുന്ന ആശയങ്ങൾ, ആധ്യാത്മിക സഞ്ചാരത്തിൽ നമുക്ക് വരുന്ന ആശയങ്ങൾ പരിശുദ്ധമായ ശരീഅത്തിന് കൃത്യമായ നിലയിൽ 100% യോജിക്കുന്ന രീതിയിലുള്ള ആശയങ്ങൾ മാത്രമേ നമ്മുടെ സഞ്ചാരത്തിലുള്ള അറിവുകളായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ നാം താലോലിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം വളരെ ഈ കുറഞ്ഞ സമയത്ത് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.